Hi students, welcome to Arts Tech, the gateway to your online knowledge hunt. Signatures Expressing the Self, Common Course English, 3rd Semester UG Program, Calicut University. Students, this is the second part of Breaking Silence, a poem by Janice Miri Kitani. This section gives you an outline to the poem Breaking Silence. When I read the life of Janice Miri Kitani, I am reminded of a proverb. The proverb goes like this: the one who born in the fire will never be faded in sun heat. I repeat, the one who born in the fire will never be faded in sun heat. തീയിൽ കുരുത്തത് വെയിലത്ത് വാടില്ല. ഈ പ്രോവർബ് നമുക്ക് വളരെ സുപരിചിതമാണ്. To a great extent, Janice Miri Kitani's life can be associated with this statement. She was born in a time when there was utter disorder and chaos, brought up in an adverse situation. She was imprisoned, abused, isolated, suppressed. She was denied of all good things. Her infancy, childhood, and teenage were torn into pieces. സുരക്ഷിതത്വം ലഭ്യമാകേണ്ട സ്വന്തം ഭവനത്തിൽ നിന്നുമാണ് ഏറ്റവും അധികം ക്രൂരതകൾ ജാനിസിന് ഏൽക്കേണ്ടി വന്നത്. ബട്ട് ഷീ ഡിഡ് നോട്ട് ഗിവ് അപ്പ്. ഷീ ഡിഡ് നോട്ട് സറണ്ടർ ടു ദ ഫെയ്റ്റ്. ജീവിത വിപരീതങ്ങൾക്കിടയിൽ നിന്നും അവൾ വളർന്നു. കൈപ്പേറിയ അനുഭവങ്ങൾക്കിടയിലൂടെ അവൾ ഉയരുകയാണ് ചെയ്തത്. തോറ്റുകൊടുക്കാൻ തയ്യാറാകാത്ത ജാനിസ് വ്യത്യസ്ത മേഖലകളിൽ തൻ്റെ ശക്തമായ സാന്നിധ്യം അറിയിച്ചും ഒത്തിരി ബഹുമതികൾ ഏറ്റുവാങ്ങിയും ഒത്തിരി ജീവിതങ്ങൾക്ക് വഴികാട്ടിയായും ഇന്ന് തിളങ്ങി നിൽക്കുന്നു. സോ ഐ വുഡ് ലൈക്ക് ടു സജസ്റ്റ് യു ദാറ്റ് യു ഷുഡ് റീഡ് ജാനിസ് മേരി കിറ്റാനി നോട്ട് ഓൺലി എസ് എ വുമൺ പോയറ്റ് but also as an empowered woman who put her signature in various fields. The one who born in fire will never be faded in sun heat. Students, let's see her works. Her works are these: Awake in the River, then Shedding Silence, then We the Dangerous, then Love Works. So mainly 4 works നമുക്കിവിടെ എഴുതിയിട്ടുണ്ട്. So it's just for your knowledge. That's all. Then we can move on to her major areas of discussions that we can see while we read her poems. അവൾ ജാനിസ് മേരി കിറ്റാനിയുടെ പോയംസിൽ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഏരിയസ് നമുക്ക് ജസ്റ്റ് നോക്കാം. ദീസ് ആർ ദ മെയിൻ ഏരിയാസ്. സി, ഫസ്റ്റ് വൺ, ഇമിഗ്രൻ്റ് ഇഷ്യൂ. നെക്സ്റ്റ്, റേസിസം. ദെൻ ഹൊറേഴ്സ് ഓഫ് വാർ. ദെൻ ഐഡൻറ്റിറ്റി ക്രൈസിസ്. ദെൻ സെക്ഷൽ അബ്യൂസ്. ദെൻ ഇമോഷണൽ ഐസൊലേഷൻ. Then marginalized people. Then she discusses trauma. So ഇത്രയും ഏരിയാസാണ്, കൂടുതലായിട്ട് ഇത്രയും ഏരിയാസാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ ജാനിസ് മേരി കിറ്റാനിയുടെ പോയംസിൽ. ഓക്കെ, ഇമിഗ്രൻ്റ് ഇഷ്യൂ നമുക്കറിയാം. പലായന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അഭയാർത്ഥി പ്രശ്നങ്ങൾ, അതുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങൾ, അവരനുഭവിക്കുന്ന ദുരനുഭവങ്ങൾ, കൈപ്പേറിയ സാഹചര്യങ്ങൾ, അതൊക്കെയാണ് അതിൽ ജാനിസ് മേരി കിറ്റാനിയുടെ പോയംസിൽ കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ബ്രേക്കിംഗ് സൈലൻസും അതിനെ കൂടുതലായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, റേസിസം. I already reminded you that she was actually a Japanese American ലേഡി. ഒരു ജാപ്പനീസ് അമേരിക്കൻ കൾച്ചറാണ് നമ്മുടെ ജാനിസ് മേരി കിറ്റാനിക്കുള്ളത്. അപ്പോൾ മറ്റൊരു രാജ്യത്ത് വംശീയത, ആ പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടി വന്ന ഒരു ഫാമിലിയിലാണ് ജനിച്ചതും അത് ഒത്തിരി നേരിട്ട ഒരു സ്ത്രീയുമായതുകൊണ്ട് റേസിസം എന്ന് പറയുന്ന ഇഷ്യൂ ജാനിസിൻ്റെ പോയംസിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കും. ദെൻ ഹൊറേഴ്സ് ഓഫ് വാർ പറഞ്ഞിരുന്നു. ജാനിസ് മേരി കിറ്റാനി റിനൗണ്ട് ആയത്, പ്രശസ്തിയിലേക്ക് ഉയർന്നതും യുദ്ധത്തിൻ്റെ ഭീകരതകൾ ലോകത്തിന് മുമ്പിൽ വിളിച്ചോതിയിലൂടെയാണ്. സോ ഹൊറേഴ്സ് ഓഫ് വാർ എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൻ്റെ ഭീകരത, ഭയാനകത, അതിനെക്കുറിച്ച് ഒത്തിരി ഡിസ്കഷൻസ് പോയംസിൽ കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഇസ് ഐഡൻറ്റിറ്റി ക്രൈസിസ്. സ്വത്വബോധവും അതുമായി ബന്ധപ്പെട്ടുള്ള ഇഷ്യൂസും ക്രൈസിസും
ജാനിസിൻ്റെ പോയിംസിൽ കാണാൻ സാധിക്കും. നെക്സ്റ്റ്, സെക്ഷൽ അബ്യൂസ്. ഐ ഓൾറെഡി ടോൾഡ് യു ദാറ്റ് ഷി വാസ് മോളസ്റ്റഡ് ബൈ ഹെർ സ്റ്റെപ്പ് ഫാദർ ഫോർ നിയർലി എ ഡെക്കേഡ്. ഏതാണ്ട് 10 വർഷത്തോളം തൻ്റെ രണ്ടാം അച്ഛനാൽ സെക്ഷൽ അബ്യൂസ് ഏൽക്കേണ്ടി വന്ന ഒരു സ്ത്രീ എന്നതിൽ, അല്ലെങ്കിൽ ഒരു കുട്ടിയായിരുന്നപ്പോൾ ഇവൾക്ക് ഏൽക്കേണ്ടി വന്നിരുന്നു. സോ അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കാര്യങ്ങൾ, ഒത്തിരി കാര്യങ്ങൾ തൻ്റെ പോയിംസിൽ കാണാൻ കഴിയുന്നു. നെക്സ്റ്റ്, ഇമോഷണൽ ഐസൊലേഷൻ. വൈകാരികപരമായ ഒറ്റപ്പെടൽ ഒത്തിരി കുഞ്ഞുനാൾ മുതലേ അവൾക്ക് ഏൽക്കേണ്ടി വന്നിരുന്നു. ജയിലിൽ വളരുന്നു, അതുപോലെ തന്നെ മറ്റൊരു സാഹചര്യത്തെ ഏറ്റവും കൈപ്പേറിയ ദുരനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്ന ഒരു ഇൻഫാൻസി ആൻഡ് ചൈൽഡ്ഹുഡ്. സോ അവിടെയെല്ലാം ഐസൊലേഷൻ ഒത്തിരി നേരിടേണ്ടി വന്നു, ഏകാന്തത, ഒറ്റപ്പെടൽ നേരിടേണ്ടി വന്നു. സോ അതും തൻ്റെ പോയിംസിൽ ജാനിസ് മേരി കിറ്റാനി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, മാർജിനലൈസ്ഡ് പീപ്പിൾ. പാർശ്വവൽക്കരിക്കപ്പെട്ട ജനസമൂഹത്തെക്കുറിച്ചുള്ള ഡിസ്കഷൻസ് തൻ്റെ പോയിംസിൽ ഉടനീളം കാണാം. എസ്പെഷ്യലി ഐ ഓൾറെഡി ടോൾഡ് യു ഷി വാസ് ദ ഫൗണ്ടിങ് പ്രസിഡന്റ് ഓഫ് ഗ്ലൈഡ് ഫൗണ്ടേഷൻ. ഗ്ലൈഡ് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ആ പ്രസ്ഥാനം തന്നെയും സാൻ ഫ്രാൻസിസ്കോയിലെ മാർജിനലൈസ്ഡ് പീപ്പിളിന് വേണ്ടിയിട്ട് നിലനിൽക്കുന്ന ഒരു ഫൗണ്ടേഷനാണ്. സോ അതിനുവേണ്ടി പ്രവർത്തിക്കുകയും അതിനുവേണ്ടി സംസാരിക്കുകയും ചെയ്യുന്ന ജാനിസ് തൻ്റെ പോയിംസിലും അത്തരം ഇഷ്യൂസ് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ്, ട്രോമ മീൻസ് മനോവ്യഥ, മാനസികമായിട്ടുള്ള വേദനയാണ് ഉദ്ദേശിക്കുന്നത്. സാധാരണ ഒരു വേദനയല്ല, കൂടുതൽ സമയം നീണ്ടു നിൽക്കുന്ന മാനസിക വേദനകളെയാണ് ട്രോമ എന്ന് പറയുക. മെൻ്റൽ സ്ട്രെസ്, അത്തരത്തിലുള്ള പെയിൻ ഒത്തിരി അനുഭവിക്കേണ്ടി വന്ന സ്ത്രീ എന്നതിനെ കൊണ്ട് ഒക്കെ ആയിരിക്കാം ട്രോമ, മെൻ്റൽ സ്ട്രെസ്, സൈക്കോളജിക്കൽ പെയിൻ, മാനസിക വ്യഥ, അതിനെക്കുറിച്ച്, മാനസിക വേദനയെക്കുറിച്ച്, നൊമ്പരങ്ങളെക്കുറിച്ചൊക്കെ തൻ്റെ പോയിംസിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ആക്ച്വലി ഈ കുറച്ച് പോയിന്റ്സ്, ഈ കുറച്ച് വേർഡ്സ് യു ഹാവ് ടു സ്റ്റഡി ആൻഡ് യു ഹാവ് ടു mug it up, because these words are so useful when you go for examination. Let's continue. Breaking silence. So breaking silence in a meaning just മനസ്സിലാക്കാം. മീനിങ് ഈസ് സോ ക്ലിയർ. വേറൊന്നുമില്ല, പൊട്ടിച്ചെറിയുന്ന നിശബ്ദത, അല്ലെങ്കിൽ നിശബ്ദതയെ പൊട്ടിച്ചെറിയുകയാണ് ഇവിടെ. ആരാണ് ഇവിടെ നിശബ്ദതയെ പൊട്ടിച്ചെറിയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ജാനിസ് മേരി കിറ്റാനിയുടെ മാതാവ് തനിക്കുണ്ടായ ദുരനുഭവങ്ങളും പ്രശ്നങ്ങളുമൊക്കെയും നേരത്തെ പറഞ്ഞു, അന്വേഷണ കമ്മീഷന് മുമ്പാകെ തുറന്നു പറയുകയാണ്. അതായത് അത്രയും സമയം വരെയും, ഏതാണ്ട് 40 വർഷത്തോളം നിശബ്ദതയിൽ പൂട്ടിവച്ചിരുന്ന തൻ്റെ എല്ലാ ബിറ്റർ എക്സ്പീരിയൻസസും ബ്രേക്ക് ചെയ്തുകൊണ്ട് സമൂഹത്തിന് മുമ്പിൽ വിളിച്ചു പറയുകയാണ്. അതാണ് ഈ പോയത്തിലെ പ്രധാന പ്രതിപാദ്യ വിഷയം. സോ അതിലൂടെ ജാനിസ് മേരി കിറ്റാനിയുടെ മാതാവ് തന്നെ എന്ത് ചെയ്യാണ്, വിളിച്ചു പറയുകയാണ്, വെളിവാക്കുകയാണ്. ഇങ്ങനെയൊക്കെ ആയിരുന്നു ഞാൻ ജീവിച്ചത്, ഇത്തരം അനുഭവങ്ങളിലൂടെയാണ് ഞാൻ കടന്നു വന്നത്, ഇത്തരം പ്രശ്നങ്ങൾ എനിക്കുണ്ടായി, ഇത്തരം പീഡനങ്ങൾ എൻ്റെ ഫാമിലിക്ക്, എൻ്റെ കമ്മ്യൂണിറ്റിക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് ജാനിസ് മേരി കിറ്റാനിയുടെ മാതാവ് ലോകത്തിന് മുമ്പിൽ ഡിസ്ക്ലോസ് ചെയ്യുകയാണ്. ടു ബ്രേക്ക് ദ സൈലൻസ് ഈസ് ടു പബ്ലിക്ലി ഐഡൻറ്റിഫൈ യുവർ സെൽഫ്. അതായത് തന്നെ എന്ത് ചെയ്യണം, തൻ്റെ വ്യക്തിത്വം, തൻ്റെ ജീവിതം, തന്നെ അവിടെ സ്വത്വബോധം, തൻ്റെ സ്വത്വം അവിടെ പബ്ലിക്കിന് മുമ്പാകെ, സമൂഹത്തിന് മുമ്പാകെ വെളിവാക്കി കൊടുക്കുകയാണ്. ഓക്കെ, അതാണ് ഈ ടൈറ്റിലിൻ്റെ ഒരു മീനിങ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. ഹിയർ ജാനിസ് മേരി കിറ്റാനീസ് മദർ ഈസ് റിവീലിംഗ് എവറിത്തിങ് ടു ദ വേൾഡ്, ടു ദ എൻക്വയറി കമ്മീഷൻ എന്നത്. ബ്രേക്കിംഗ് സൈലൻസ്, ആ പോയത്തെക്കുറിച്ച് നമുക്ക് കുറച്ച് പോയിന്റ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പരിധിവരെ ഇത് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. Breaking Silence is a poem that focuses on the experiences of Japanese Americans when they were put into internment camps during World War II. Try to understand and learn these points, okay, because these are so important and useful. First point ഞാൻ വായിച്ചു. ഈ പോയം കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ജാപ്പനീസ് അമേരിക്കൻസിൻ്റെ, ജപ്പാനിൽ നിന്നും അമേരിക്കയിലേക്ക് കുടിയേറി പാർത്ത അത്തരം ആൾക്കാരുടെ അനുഭവങ്ങൾ, പ്രത്യേകിച്ച് എപ്പോഴാണ് സെക്കൻഡ് വേൾഡ് വാറിൽ അവർ അനുഭവിക്കേണ്ടി വന്ന അനുഭവങ്ങൾ എപ്പോഴാണ്, പ്രത്യേകിച്ച് അവർ ഇന്റേൺമെന്റ് ക്യാമ്പ്സ്. ഐ ഓൾറെഡി ടോൾഡ് യു ഇൻ ദ പ്രീവിയസ് സെക്ഷൻ that Japanese Americans were incarcerated, imprisoned in some concentration camp, especially Rower concentration camp. ഇപ്പോൾ റോവർ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ സെക്കൻഡ് വേൾഡ് വാർ ടൈമിൽ
അവർ ഇംപ്രിസൺഡ് ആയപ്പോൾ അവരനുഭവിക്കേണ്ടി വന്ന ദുരനുഭവങ്ങളാണ് ഇതിൽ കൂടുതലായിട്ട് പിക്ചറൈസ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് പോയിന്റ്, മിരി കിറ്റാനി റൈറ്റ്സ് ഹെർ മദേഴ്സ് ബിറ്റർ എക്സ്പീരിയൻസ്. ഇതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് മിരി കിറ്റാനിയുടെ ഇൻഫാൻസി, ചൈൽഡ്ഹുഡ് ഒന്നുമല്ല, അത് മറ്റ് പോയിന്റ്സിൽ കൂടുതലായിട്ട് വിവരിച്ചിട്ടുണ്ട്. ഇവിടെ മിരി കിറ്റാനി തൻ്റെ അനുഭവങ്ങൾ അല്ല പറയുന്നത്, തൻ്റെ മാതാവിന് അനുഭവിക്കേണ്ടി വന്ന, താൻ ഒരു കുഞ്ഞായിരുന്നു, മിരി കിറ്റാനി കുഞ്ഞായിരുന്നപ്പോൾ തൻ്റെ മാതാവിന്, തൻ്റെ മദറിന് അനുഭവിക്കേണ്ടി വന്ന ബിറ്റർ എക്സ്പീരിയൻസസ് ആണ് ഷെയർ ചെയ്യുന്നത്, ഇതിൽ പറയുന്നത്. കൈപ്പേറിയ അനുഭവങ്ങളാണ് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ്, the poem expresses that her mother did not have a voice and she kept silence for 40 years. ഈ പോയം മറ്റൊരു കാര്യം കൂടെ പറയുന്ന ഇതാണ്, അമ്മ കഴിഞ്ഞ 40 വർഷങ്ങളായിട്ട് സൈലൻ്റ് ആയിട്ടിരിക്കുകയായിരുന്നു, നിശബ്ദയായി ഇരിക്കുകയായിരുന്നു. അതായത് തൻ്റെ അമ്മ ഒത്തിരി കൈപ്പേറിയ അനുഭവങ്ങൾ സെക്കൻഡ് വേൾഡ് വാർ ടൈമിൽ അനുഭവിച്ചിരുന്നു. അത് നമ്മൾ പോയം പഠിക്കുമ്പോൾ, പോയം റീഡ് ഔട്ട് ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ അതൊന്നും തൻ്റെ അമ്മ യുദ്ധത്തിന് ശേഷം ജയിൽ മോചിതയായതിന് ശേഷവും 40 വർഷം നിശബ്ദയായിരുന്നു, ഒന്നും ലോകത്തോട് പറഞ്ഞിരുന്നില്ല. ഓക്കെ, ഒരു കാര്യത്തിലും ഇടപെട്ടിരുന്നില്ല. അതാ പറഞ്ഞേക്കുന്നത്, ദാറ്റ് ഹെർ മദർ ഡിഡ് നോട്ട് ഹാവ് എ വോയിസ് ആൻഡ് ഷീ കെപ്റ്റ് സൈലൻസ് ഫോർ 40 years. 40 വർഷം പറയാനുള്ള ശ്രമം പോലും നടത്തിയിരുന്നില്ല, പറയാൻ തുനിഞ്ഞിരുന്നില്ല തൻ്റെ മാതാവ്. Then she testifies against wartime injustices before an inquiry commission. That's a point there. Then she testifies against wartime injustices before an inquiry commission. അതായത് യുദ്ധം കഴിഞ്ഞ് താൻ അനുഭവിച്ച കഷ്ടതകളും പീഡനങ്ങളും അത് കഴിഞ്ഞ് 40 വർഷങ്ങൾക്ക് ശേഷം തൻ്റെ മാതാവ് ഒരു എൻക്വയറി കമ്മീഷന് മുമ്പാകെ, എൻക്വയറി എന്ന് പറഞ്ഞാൽ അന്വേഷണ കമ്മീഷന് മുമ്പാകെ യുദ്ധസമയത്ത് നടന്ന അനീതികളുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ എന്ത് ചെയ്യുകയാണ്, അവൾ തുറന്നടിക്കുകയാണ്. അനുഭവ സാക്ഷ്യമായിട്ട് യുദ്ധവുമായി ബന്ധപ്പെട്ട് യുദ്ധത്തിൽ നടന്ന അനീതികൾക്ക് വേണ്ടി, അനീതികൾ എന്തൊക്കെയാണ് നടന്നതെന്ന് അന്വേഷിക്കുവാൻ ഉണ്ടായ ഒരു എൻക്വയറി കമ്മീഷൻ, അതിനുവേണ്ടി ഉണ്ടായ ഒരു അന്വേഷണ കമ്മീഷന് മുമ്പാകെ തൻ്റെ അമ്മ തനിക്ക് നേരിടേണ്ടി വന്ന എല്ലാ ദുരനുഭവങ്ങളും, എല്ലാ കൈപ്പേറിയ അനുഭവങ്ങളും തുറന്നടിക്കുകയാണ്, അല്ലെങ്കിൽ അനുഭവ സാക്ഷ്യമായിട്ട് വിവരിക്കുകയാണ്. സോ ഈ പറഞ്ഞ സെൻറ്റൻസ്, ഈ പറഞ്ഞ അവസാന കാര്യമാണ് ഈ പോയത്തിൻ്റെ ബ്രേക്കിംഗ് സൈലൻസിൻ്റെ ഒരു ബേസിക് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതൊന്ന് മനസ്സിലാക്കുക, അത് നമ്മൾ ഒന്നുകൂടെ അത് അവസാനം വിശദീകരിക്കും. ഓക്കെ, and continue. The poem put an emphasis on the protocol of internment and a dialogue with a commissioner. ഈ പോയം എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇൻറ്റേൺമെൻറ്റ് ടൈം, അല്ലെങ്കിൽ ഇംപ്രിസൺ ആയിരുന്ന, അവർ ജയിൽ ആയിരുന്ന സമയത്ത് നടന്ന പ്രശ്നങ്ങളെക്കുറിച്ചും അവിടെ നടന്ന വിഷയങ്ങളെക്കുറിച്ചൊക്കെയാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്, ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ആൻഡ് എ ഡയലോഗ് വിത്ത് എ കമ്മീഷണർ. പിന്നെ ഞാൻ ഇപ്പോൾ സൂചിപ്പിച്ചല്ലോ എൻക്വയറി കമ്മീഷൻ, അതിൽ കമ്മീഷണറോട് സംസാരിക്കുന്ന ആ ഒരു കോൺവെർസേഷനാണ് ഇതിൽ കൂടുതലായിട്ട് പ്രതിപാദിച്ചിരിക്കുന്നത്. നെക്സ്റ്റ്, ദ പോയം ഷോസ് ദ ബ്രൂട്ടാലിറ്റി ഓഫ് ഹൗ ജാപ്പനീസ് അമേരിക്കൻസ് വെയർ ട്രീറ്റഡ്. ഈ പോയം കാണിക്കുന്നത്, പ്രതിപാദിക്കുന്നത് എത്രമാത്രം ക്രൂരതയോടെയാണ്, മൃഗീയമായിട്ടാണ് ജാപ്പനീസ് അമേരിക്കൻസിനെ അന്നത്തെ ഭരണകൂടം, രാഷ്ട്രീയ സാഹചര്യം അവരെ കണ്ടത്, അവരെ ട്രീറ്റ് ചെയ്തത് എന്ന് കാണിക്കുന്നു. The poem shows the power of silence through which one can express sorrow and frustration. ഈ പോയം സൈലൻസിനെ മറ്റൊരു ഡയമെൻഷനിലൂടെയാണ് പഠിപ്പിച്ചു തരുന്നത്. അതായത് സൈലൻസ് എന്ന് പറയുന്നത് നമുക്ക് ഒരു വ്യക്തിക്ക് തൻ്റെ സോറോയും ഫ്രസ്ട്രേഷനും, തൻ്റെ നിരാശയും തൻ്റെ വേദനയും തൻ്റെ സഹനവുമൊക്കെ ലോകത്തോട് വിളിച്ചറിയിക്കാൻ കഴിയുന്ന ഒരു മാർഗമായിട്ട് കൂടെ ഈ നിശബ്ദതയെ കാണിക്കുകയാണ്. ഓക്കെ, നിശബ്ദതയിലൂടെ നമുക്ക് നമ്മുടെ ദേഷ്യവും വിഷമവും നിരാശയും ഫ്രസ്ട്രേഷനും ഒക്കെ ലോകത്തോട് പറയുവാനും സാധിക്കുന്ന ഒരു വഴിയാണ് നിശബ്ദത. വെറുതെ ഇരുന്നാൽ മതി, നമ്മുടെ പ്രതിഷേധം നമുക്ക് പ്രകടിപ്പിക്കാൻ കഴിയും. വെറുതെ ഇരിക്കുന്നതും നിശബ്ദതയായി ഇരിക്കുന്നത് തന്നെയും ഒരു പ്രതിഷേധ സ്വരത്തിൻ്റെ സൈനാണ്. സൈലൻസ് വാസ് ദ ഓൺലി വേ ദേ കുഡ് എക്സ്പ്രസ് ദെയർ ഐഡിയാസ് ആൻഡ് തോട്ട്സ്. ഇവിടെ ജാനിസ് മിരി കിറ്റാനി പറയുന്നത് തൻ്റെ ആ അമ്മ വളർന്ന സാഹചര്യം, അമ്മ ഏൽക്കേണ്ടി വന്ന ആ സാഹചര്യത്തിൽ സൈലൻസ് ആണ് ഏറ്റവും നല്ലൊരു ഉപാധി. എന്തിന്?
ടു എക്സ്പ്രസ് ദെയർ ഐഡിയാസ് ആൻഡ് തോട്ട്സ്. അവരുടെ ആശയങ്ങളും ചിന്തകളും ഒക്കെ ലോകത്തിലേക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന വലിയൊരു മാധ്യമമെന്ന് പറയുന്നത് സൈലൻസ് മാത്രമായിരുന്നു. മിനി കിറ്റാനി കോൺസെൻട്രേറ്റ്സ് ഓൺ ഹെർ മദേഴ്സ് പെയിൻ, ഹൗ ഷീ ഗ്രൂ അപ്പ് വിത്ത് ദാറ്റ് പെയിൻ. മിനി കിറ്റാനി ഈ ഭാഗത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് തൻ്റെ മാതാവ് അനുഭവിക്കേണ്ടി വന്ന വേദനകളും ആ വേദനകളോടൊപ്പം എങ്ങനെയാണ് തൻ്റെ മാതാവ് വളർന്നു വന്നത്, അല്ലെങ്കിൽ ആ വേദനകളോടൊപ്പം എങ്ങനെയാണ് തൻ്റെ മാതാവ് ചേർന്ന് പോയത് എന്നാണ് ഈ ഭാഗത്തിൽ കൂടുതലായിട്ട് മിനി കിറ്റാനി കോൺസെൻട്രേറ്റ് ചെയ്തേക്കുന്നത്. നെക്സ്റ്റ്, ബ്രേക്കിംഗ് സൈലൻസ് is the poem includes, or this poem includes, testimony of Piet's mother before the commission on wartime relocation and internment of Japanese American civilians in 1981. ഞാൻ ഈ സ്ലൈഡ് പറഞ്ഞിരിക്കുന്ന കാര്യം, the poem includes testimony of Piet's mother. ഈ ഭാഗത്തിൽ ഒരു കാര്യം, ഒരു വലിയ വിഷയം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിതാണ് ജാനിസ് മിനി കിറ്റാനിയുടെ മദർ തൻ്റെ അനുഭവ സാക്ഷ്യം, താൻ അനുഭവിക്കേണ്ടി വന്ന കാര്യങ്ങൾ എല്ലാം ഒരു കമ്മീഷൻ്റെ മുമ്പാകെ തുറന്നു പറയുന്നു എന്ന് പറഞ്ഞല്ലോ. ആ കമ്മീഷൻ്റെ പേരാണ് ഇവിടെ എഴുതിയേക്കുന്ന ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ. കമ്മീഷൻ ഓൺ വാർ ടൈം റീലൊക്കേഷൻ ആൻഡ് ഇൻറ്റേൺമെൻറ്റ് ഓഫ് ജാപ്പനീസ് അമേരിക്കൻ സിവിലിയൻസ് ഇൻ 1981. ഇതാണ് ആ കമ്മീഷൻ്റെ പേര്. പ്ലീസ്, ഇറ്റ്സ് ആക്ച്വലി എ ലെങ്തി ടൈറ്റിൽ. ആ കമ്മീഷൻ്റെ ടൈറ്റിൽ ഇച്ചിരി ലെങ്തിയാണ്, ബട്ട് പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ലേൺ ഇറ്റ്, ബിക്കോസ് പരീക്ഷാ സമയത്തൊക്കെ നമുക്കിത് ഫുള്ളായിട്ട് എഴുതേണ്ടി വരും. സോ കമ്മീഷൻ്റെ പേരാണ് ഈ പറഞ്ഞേക്കുന്നത്, കമ്മീഷൻ ഓൺ വാർ ടൈം റീലൊക്കേഷൻ ആൻഡ് ഇൻറ്റേൺമെൻറ്റ് ഓഫ് ജാപ്പനീസ് അമേരിക്കൻ സിവിലിയൻസ് ഇൻ 1981. ഈ അന്വേഷണ കമ്മീഷന് മുമ്പാകെയാണ് ജാനിസ് മിനി കിറ്റാനിയുടെ മാതാവ് താൻ അനുഭവിക്കേണ്ടി വന്ന വിഷയങ്ങളെല്ലാം ഒന്നുപോലും കളയാതെ, ഒന്നുപോലും വിട്ടുപോകാതെ, അതുവരെയും ഉണ്ടായിരുന്ന താൻ തുടർന്ന് വന്ന നിശബ്ദതയെ ഭഞ്ജിച്ചുകൊണ്ട് അന്വേഷണ കമ്മീഷന് മുമ്പാകെ എല്ലാം തുറന്നു പറയുന്നത്. ഓക്കെ, സോ അതാണ് ഈ പോയത്തിൽ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്, ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. സോ സ്റ്റുഡൻസ്, ഐ വുഡ് ലൈക്ക് ടു സ്റ്റോപ്പ് ഹിയർ ഫോർ ദ ടൈം ബീയിങ്. വി ക്യാൻ കണ്ടിന്യൂ ഇൻ ദ നെക്സ്റ്റ് സെഷൻ ടു ബി കണ്ടിന്യൂഡ്. സോ നെക്സ്റ്റ് സെഷനിൽ നമ്മൾ നോക്കുന്നത് ദ പോയം തന്നെയായിരിക്കും. വി വിൽ ഡയറക്ട്ലി മൂവ് ടു ദ പോയം ആൻഡ് വി വിൽ ലേൺ ഇറ്റ് line by line. Okay. So have a nice learning time ahead. Thank you.